കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം പറയണേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കില്ലേ. ആദ്യം നമുക്ക് പഴുത്ത തക്കാളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എല്ലാം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഈ ചൂടിൽ ഈ തക്കാളി ഒന്ന് വെന്ത് വന്നോളും. അതിൻ്റെ തോലൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. കൂടെ കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് അടച്ച് വെക്കാം. എല്ലാം ഒരേപോലെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അല്പസമയം വെച്ചിരുന്ന തക്കാളിയുടെ തോലൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ. വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് നമുക്കൊന്ന് ഉടച്ച് ചേർക്കാം കേട്ടോ. അത്യാവശ്യം ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്കിത് ഈ പാനിൻ്റെ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് വലിയുള്ളി നൈസായിട്ടൊന്ന് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിലും വഴറ്റാം. വലിയുള്ളി അങ്ങ് കരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം ഒന്ന് വഴന്നാൽ മതി. അല്പം ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഒന്ന് വഴന്നു വന്നാൽ മാത്രം മതി. ഇനി നമുക്കിതൊന്ന് സിമ്മിലിട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ആദ്യം ഒരു ചെറിയ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, വറ്റൽമുളക് പൊടിച്ചതില്ലേ, അത് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി. നൈസ് പൗഡറൊന്നും ആയിട്ടില്ല, അത്യാവശ്യം ഒന്ന് പൊടിച്ചത്, നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി വഴറ്റുമ്പോൾ വേണമെങ്കിൽ ഇടാം, ഞാനിപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരല്പം ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട്, ഒരല്പം ചേർത്താൽ മതി. അതിൻ്റെ മധുരമൊന്നും അങ്ങ് മുന്തി വരണ്ട കേട്ടോ. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ചൂടുവെള്ളം പാകത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പൊക്കെ പാകമുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. ഇനി നമുക്ക് കോഴിമുട്ട പുഴുങ്ങി വെച്ചത് തോടൊക്കെ പൊളിച്ച് ഇങ്ങനെ നെടുകയെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടിത് ഓരോന്ന് ഈ ഗ്രേവിയിലേക്ക് വെച്ച് കൊടുക്കാം. സെൻറ്ററിൽ ഇങ്ങനെ കുറച്ച് പച്ചമുളകും കൂടി വെച്ച് കൊടുത്താൽ ഈ ഗ്രേവിയിലേക്ക് അതൊക്കെ പിടിക്കുമ്പോൾ മുളകൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആവശ്യത്തിനുള്ള കോഴിമുട്ട പുഴുങ്ങി കട്ട് ചെയ്തത് ഇതേപോലെ വെച്ച് കൊടുത്തു. എന്നിട്ടൊന്ന് അടച്ച് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് കുറുകി വരുമ്പോൾ കുറച്ച് ചീസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അതും കൂടി വെച്ച് നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ആദ്യം വൈറലായിരുന്നു, ഞാനിപ്പോഴാണ് ചെയ്ത് നോക്കിയത് കേട്ടോ. ഒരു മെനമൻ എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ്. വെറൈറ്റിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരുടെയും അഭിപ്രായം പറയൂ.